വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വൈൻ, കൈതച്ചക്ക വീഞ്ഞ്. ഏത് വീഞ്ഞ് ചെയ്താലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് പാത്രമോ തവിയോ അതിനുവേണ്ടി ഉപയോഗിക്കരുത്. മൺഭരണി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രമായാലും മതി. ഏതാണെങ്കിലും കഴുകി വൃത്തിയാക്കി ഉണക്കി വേണം എടുക്കേണ്ടത്. വീഞ്ഞുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഭരണിയിൽ നിറച്ച് കഴിയുമ്പം ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഭരണിയുടെ ഒരു 1/4 ഭാഗം വരെ മാത്രമേ അതാകാവുള്ളൂ. അതായത് അത്രയും ഭാഗം വരെ നിറയ്ക്കാവുള്ളൂ. അതുപോലെ തന്നെ വീഞ്ഞ് അരിച്ച് മാറ്റി കുപ്പികളിലാക്കുന്നുണ്ട്. കളറുള്ള കുപ്പികളിലാക്കി വയ്ക്കുന്നതാണ് നല്ലത്. വെള്ള കുപ്പിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറുന്നതായിട്ട് തോന്നും, ഒരു 2-3 മാസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ. അതുപോലെ ഇരിക്കും തോറും വീഞ്ഞിൻ്റെ വീര്യം കൂടും. പ്രത്യേകിച്ചും മണ്ണിൽ കുഴിച്ചിട്ടിരുന്ന അതിൻ്റെ വീര്യം കൂടും. പൈനാപ്പിൾ വീഞ്ഞിൻ്റെ ഗുണം അത് ദഹനത്തിന് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടെന്നെങ്കിൽ ദിവസം ഓരോ ടീസ്പൂൺ വെച്ച് കൊടുത്താൽ അത് വളരെ നന്നായിരിക്കും. മുതിർന്നവർക്കും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൈനാപ്പിൾ വൈൻ നല്ലതാണ്. ഈ പൈനാപ്പിൾ വൈൻ്റെ പ്രത്യേകത ഇതിൻ്റെ തൊലിയും കൂടെ ചേർത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം അതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ മുള്ള് ചെറുതായിട്ടുള്ള അതങ്ങ് കളയണം. ഈ പൈനാപ്പിൾ 2 ഞാൻ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്താണ്. ഇങ്ങനെ മുള്ള് എത്തിക്കളഞ്ഞാൽ മതി. അത് മാത്രം പോയാൽ മതി. ഇതുപോലെ വയ്ക്കുന്ന ഈ മുള്ളില്ലേ, ഇതുപോലെ 2 ചെത്തി വൃത്തിയാക്കി എടുക്കാം. പൈനാപ്പിളിൻ്റെ ആ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. തൊലി അതുപോലെ ഉണ്ട്. ഉണ്ടോ? തൊലി അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ ചെറിയ പൈനാപ്പിൾ അത് പകുതിയാണ് ഞാൻ എടുത്തത്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലുള്ള പോർഷനുകൾ എത്തിക്കളയണം. കട്ട് ചെയ്യേണ്ട ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട്. ഇതിൽ വെച്ചാൽ കട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നമുക്കിനി കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാം. പാത്രത്തിൽ വെച്ച് കട്ട് ചെയ്തത്, അതിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ ജ്യൂസ് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ചെറിയ പീസല്ലേ. വേണമെങ്കിൽ ഒന്നുകൂടെ ചെറിയ പീസാക്കാം. വേണ്ട, ബാക്കിയുള്ള പൈനാപ്പിൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസിൻ്റെ വലിപ്പം കണ്ടില്ലേ? ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നൊന്നുമില്ല. ഇത് നന്നായിട്ടിത് ഇതിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങണ്ടേ. ഇതാണ് ഇതിൻ്റെ സൈസ്.
ഇനി ഈ പൈനാപ്പിൾ ഈ ഗ്ലാസ് ഭരണിയിലേക്ക് നിറയ്ക്കാം. ഒരു കൈ വെച്ച് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ 2 ഇടത്തരം പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിപ്പോയതാണ്. എനിക്ക് ഒരേ സൈസിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് വലുതൊന്നും ചെറുതിൻ്റെ ഹാഫും എടുത്തത്. ഈ ലെവൽ വരെ ആയിട്ടുള്ളൂ, പകുതി. പഞ്ചസാര 5 കപ്പ്. ഈ പൈനാപ്പിളിന് മധുരം കുറവാണ്. ക്യാമറ ഞാനൊന്ന് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്തിടുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്നര ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 1 മുട്ടയുടെ വെള്ള, ഓരോ ഇഞ്ച് നീളമുള്ള 2 പട്ടയാണ്, ഒന്ന് മുറിച്ചിടാം. ആറ് ഗ്രാമ്പു, 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം, ഇനി ഇത് തടിത്തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടുതൽ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാവട്ടം നമുക്കൊരു വെള്ള തുണി കൊണ്ട് കെട്ടി വയ്ക്കാം. ഇനി ഇത് ദിവസവും 10 ദിവസം വരെ ഓരോ ദിവസവും 5 മിനിറ്റെങ്കിലും ഇത് ഇളക്കണം. 5 മിനിറ്റെങ്കിലൊന്നുമല്ല, 5 മിനിറ്റ് ഇളക്കണം. അത് ചിട്ടയായിട്ടൊരിത് വെക്കണം. ഈ 10 ദിവസം വരെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. അതുപോലെ ഇത് സൂക്ഷിക്കേണ്ടത് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വേണം. അടപ്പ് ഒത്തിരി ടൈറ്റായിട്ടൊന്നും വയ്ക്കുന്നില്ല. ഇതിനിങ്ങനെ ഒരു അടപ്പ് ലൂസായിട്ടാണ് വയ്ക്കുന്നത്. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് എന്ത് വേണമെന്നുള്ളത് 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം. അത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് എടുക്കാം. നമ്മുടെ പൈനാപ്പിൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ? 10ാമത്തെ ദിവസമാണ് ഇന്ന്. ഓരോ ദിവസവും ഞാൻ 5-6 മിനിറ്റ് രാവിലെ ഇളക്കി കൊടുക്കാറുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇതിനെ കെട്ടഴിക്കാം. അന്ന് വെച്ചിരുന്ന അതുപോലെ തന്നെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു 3 ദിവസം. വേണ്ട, എൻ്റെ കളറ് കണ്ടോ? എല്ലാം പൈനാപ്പിളൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലങ്ങ് ചേർന്നിട്ടുണ്ട്. കുറച്ചൊക്കെ പീസുണ്ട്, എന്നാലും മെജോറിറ്റി അതിനകത്തായി കഴിയും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ച് കഴിഞ്ഞിരുന്ന അരിച്ച് ഒരു ബോട്ടിലിൽ ഒഴിച്ചു വയ്ക്കും. ഒഴിച്ചു വെച്ചിട്ട് ഒരു 5 ദിവസം അതുപോലെ വെച്ചേക്കണം. വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള തെളിഞ്ഞത് മാത്രം 5ാമത്തെ ദിവസം വേറൊരു ബോട്ടിലേക്ക് മാറ്റുക. ഇതൊരു 2-3 മാസം ഇരുന്നെങ്കിൽ ശരിക്കുമുള്ള അതിൻ്റെ ഇതായിട്ട് മാറത്തുള്ള അതിൻ്റെ ആ ഒരു വീര്യം. പതുക്കെ 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 ചേർച്ചു.
ഇത് കുറച്ച് പീസസ് ഇങ്ങോട്ട് വീണിട്ടുണ്ട്. ഇനി ആ ബോട്ടിലും കുറച്ചിരിപ്പുണ്ട്, പൈനാപ്പിൾ പീസും അതുപോലെ ആ ലിക്വിഡായിട്ടുള്ളത്. നമുക്ക് അതുകൂടെ ഒന്ന് അരിച്ചൊഴിക്കണം. ഇത് ഞെക്കി പിഴിഞ്ഞൊന്നും എടുക്കണ്ട. ഇപ്പം ഇതിനൊരു മഞ്ഞ നിറയെ കാണത്തൊരു 3-4 മാസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ലിക്വറിൻ്റെ കളറാവും. ആദ്യം ഒഴിച്ച പൈനാപ്പിൾ ഈ സ്ട്രെയിനറിലിരുന്ന് ഞാൻ എടുത്ത് മാറ്റി. ഇത് ബാലൻസ് ഉള്ളതും കൂടെ ഒഴിക്കുക. ഇതിനകത്തുള്ളതും പൈനാപ്പിളിൽ നിന്നുള്ളതെല്ലാം ഊറി വീണിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് മാറ്റാം. ഇനി ഈ ചരുവത്തിലിരിക്കുന്നത് ബോട്ടിലേക്ക് ഒഴിക്കാം. അത്രയും ഒഴിച്ചാൽ മതി. ഇനിയുള്ളത് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് ചെയ്തെടുത്തപ്പോൾ ഇത്രയും വന്നെന്നുള്ളത്. ഇനി ഇത് രണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്ന് ഇത്രയും വരെയുണ്ട്, ഒന്ന് ഇത്രയുണ്ട്. ഇത് ഇനിയിപ്പം 5 ദിവസം വരെ അനക്കാതെ ഇങ്ങനെ വെച്ചിരിക്കാം. അങ്ങനെ വെച്ചിരുന്ന് കഴിയുമ്പോൾ തെളിഞ്ഞ് വരും. ആ തെളി വേറൊരു ബോട്ടിലേക്ക് ഊറ്റി മാറ്റിയെടുക്കണം. ലാർജ് സ്കെയിലൊക്കെ വൈൻ ഉണ്ടാക്കുന്നവർ കുഴലുപയോഗിച്ച് അത് തെളി ഊറ്റിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതിന് പറയുന്നത് സൈഫൺ ചെയ്യുക എന്ന് പറയും. നമുക്കിപ്പം വീട്ടിലെ ആവശ്യത്തിനുള്ളതല്ലേ, കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചരിച്ചതിൻ്റെ തെളി ഊറ്റിയെടുത്താൽ മതി മറ്റൊരു ബോട്ടിലേക്ക്. ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നില്ല, ഒത്തിരി ലെങ്തി, ഇപ്പം തന്നെ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട്. അത് നിങ്ങളങ്ങ് ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. എന്താ അതിൽ നിന്നെടുത്ത പൈനാപ്പിളാണ്. ഇതിനി പിഴിഞ്ഞൊന്നും എടുക്കുന്നില്ല, ഇതുകൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല. വൈൻ അരിച്ച് വെച്ച് 5 ദിവസം കഴിഞ്ഞ് അതിൻ്റെ തെളിഞ്ഞൊന്ന് ഊറ്റിയെടുത്തതാണിത്. ഇതൊരു 2-3 മാസം ഇരിക്കുമ്പോൾ ഇതിൻ്റെ കളറ് തന്നെ അങ്ങ് മാറും. വേണ്ട, എൻ്റെ ഈ വൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ കഴിയില്ലെന്നറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.